Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മാറാനാത്ത ദൈവ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം യെശയ്യാ പ്രവചനത്തിൽ 49 അധ്യായത്തിൽ 8 തിരുലിഖിതം. കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നമുക്ക് ഏറ്റു പറയാം. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ഞാൻ നിന്നെ സഹായിച്ചു. ഉത്തരമരുളുന്ന ദൈവം, സഹായിക്കുന്ന കർത്താവ്, ഈ ഒരു കർത്താവിനെയാണ് ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. 1-2 പേരുടെ അനുഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ഇതാ ഒരു കുടുംബം, അവർ കാഞ്ഞിരപ്പള്ളി കൺവെൻഷനിൽ എങ്ങനെയാണ് രക്ഷയുടെ ദിവസത്തിൽ കർത്താവ് സഹായിച്ചത് വെളിപ്പെടുത്തുന്നു. നമുക്കത് ശ്രദ്ധിക്കാം. എന്റെ പേര് ആനിയമ്മ ആന്റണി, മണിമലയാണ് സ്ഥലം. മണിമല, അവിടുന്ന് ഇന്നും ധാരാളം ആളുകൾ. എനിക്ക് 5 വർഷത്തോളമായി അലർജിയുടെ അസുഖമായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ എന്നെ ബുദ്ധിമുട്ടിച്ചിരുന്നത് എനിക്ക് മരുന്നുകൾ അലർജി ആയതാണ്. ആദ്യമൊക്കെ ചില മരുന്നുകളെ ഉള്ളായിരുന്നു, പിന്നീട് എല്ലാ മരുന്നും അലർജിയായി ഒരു വായു ഗുളിക പോലും കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. കഴിച്ചാൽ എന്താ കുഴപ്പമുണ്ടാകണത്? ദേഹമെല്ലാം ചൊറിഞ്ഞു തടിച്ച് നീര് വയ്ക്കുമായിരുന്നു. ദേഹമെല്ലാം ചൊറിഞ്ഞ് വീർത്ത് എന്താ ശരീരം ഇങ്ങനെ വാഴത്തട വീർത്ത് വരും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ പല ആശുപത്രികളിലും പോയി, എങ്കിലും എനിക്കൊരു ചികിത്സയും നൽകിയില്ല. രോഗം വരാതെ സൂക്ഷിക്കുക എന്ന് മാത്രം ഡോക്ടർമാർ പറഞ്ഞു വിട്ടു. അങ്ങനെ ഇരിക്കെ എന്റെ ഇടവകയായ മണിമല ഹോളി മാഗി ഫൊറോന പള്ളിയിൽ ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ അച്ഛന്റെ നേതൃത്വത്തിലുള്ള ധ്യാനം വരികയും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് അറിയുന്ന എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി 5-ാമത്തെ ദിവസം ധ്യാനം തീരുന്നയെന്ന് ആരാധനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ വിളിച്ചു പറഞ്ഞു, മരുന്നൊന്നും കഴിക്കുവാൻ കഴിയാതെ വിവിധ ആശുപത്രികളിൽ പോയി ഫലമില്ലാതിരുന്ന ഒരാളെ കർത്താവ് മരുന്ന് കഴിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുന്നു എന്ന്. അത് ഞാനായിരുന്നു. ആ സമയത്ത് എൻ്റെ ശരീരം മുഴുവൻ വിറയ്ക്കുകയും ശരീരത്തിൽ തരിപ്പ് അനുഭവപ്പെടുകയും ചെയ്തു. ഞാൻ അന്ന് വീട്ടിൽ പോയി സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു പനി ഉണ്ടാകുകയും ഞാൻ മരുന്ന് കഴിക്കുകയും ചെയ്തു. എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. പിന്നീട് പല പ്രാവശ്യം ഞാൻ മരുന്ന് കഴിച്ചു. എനിക്ക് ഇതുവരെ യാതൊരു കുഴപ്പവും ഉണ്ടല്ല. 5 വർഷമായിട്ടുള്ള അലർജി രോഗമാണ്. അതങ്ങോട്ട് കർത്താവ് തത്സമയം എടുത്തു മാറ്റി അങ്ങ് അനുഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ പ്രസാദ കാലത്ത് ഉത്തരമരുളുന്ന ഒരു കർത്താവുണ്ട്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അച്ഛൻ പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വിശ്വാസത്തോടെ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇത് രക്ഷയുടെ സമയം, ഇത് കർത്താവ് പ്രസാദിച്ച നിമിഷങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റു പറയാ, യേശുവേ, യേശുവേ, അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏക ദൈവവും ഏക കർത്താവുമായി ആരാധിക്കുന്നു. പാപവും പാപമാർഗങ്ങളും വെറുത്തുപേക്ഷിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ വഴികളെയും ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. എന്നെയും എന്റെ കുടുംബം മുഴുവനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ശരീരത്തിന് സൗഖ്യം നൽകണമേ.
ശരീരത്തിന് സൗഖ്യം നൽകണമേ. എന്റെ ആത്മാവിന് പുതുജീവൻ നൽകണമേ. എന്റെ ആത്മാവിന് പുതുജീവൻ നൽകണമേ. അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കണമേ. അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എനിക്ക് വെളിവ് നൽകണമേ. എനിക്ക് വെളിവ് നൽകണമേ. പ്രകാശിപ്പിക്കണമേ. പ്രകാശിപ്പിക്കണമേ. ആരോഗ്യം നൽകണമേ. ആരോഗ്യം നൽകണമേ. രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഇപ്പോൾ ഈ ജനസമൂഹത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. വന്നിടണേ ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ആകാശമാർഗെ വന്നിടണേ അകതാരിലാനന്ദം നൽകിയിടണേ. പരിശുദ്ധാത്മാവേ, ആകാശമാർഗെ വന്നിടണേ അകതാരിലാനന്ദം നൽകിയിടണേ. ഒരുമിച്ച് ആത്മാവേ വന്നിടണേ ഉണർവോടെ ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. കൈയടിച്ച് പരിശുദ്ധാത്മാവേ വന്നിടണേ ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ആകാശമാകെ വന്നിടണേ അകതാരിലാനന്ദം നൽകിയിടണേ. ആകാശമാകെ വന്നിടണേ അകതാരിലാനന്ദം നൽകിയിടണേ. വലിയ ഉണർവോടെ പരിശുദ്ധാത്മാവേ വന്നിടണേ ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ആകാശമാർഗെ വന്നിടണേ അകതാരിലാനന്ദം നൽകിയിടണേ. ആകാശമാർഗെ വന്നിടണേ അകതാരിലാനന്ദം നൽകിയിടണേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ വന്നിടണേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആത്മാവേ വന്നിടണേ. ആവർത്തിച്ച് ആവർത്തിച്ച് ആത്മാവേ വന്നിടണേ. ഉണർവോടെ ആത്മാവേ വന്നിടണേ. പ്രാർത്ഥിക്കുന്നു. ആത്മാവേ വന്നിടണേ. ഹോളി സ്പിരിറ്റ്, ആത്മാവേ വന്നിടണേ. നിറയണമേ, ആത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. ഹോളി 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 സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ആരാധന, ആത്മാവേ, ഇപ്പോൾ അഭിഷേകമായി മാറട്ടെ. ഈ ദൈവമക്കൾ അഭിഷേകം പ്രാപിക്കട്ടെ. എല്ലാ അന്ധകാരങ്ങളും മാറട്ടെ. ഉണർവ് നിറയട്ടെ. അഭിഷേകം നിറയട്ടെ. സന്തോഷം നിറയട്ടെ. സമാധാനം നിറയട്ടെ. ആനന്ദം നിറയട്ടെ. കലഹങ്ങൾ വിട്ടുപോകട്ടെ. വഴക്ക് മാറിപ്പോകട്ടെ. പിണക്കങ്ങൾ അകന്നു പോകട്ടെ. മാരക വ്യാധികൾ വിട്ടുപോകട്ടെ. പകർച്ചവ്യാധികൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ വന്നിടണേ ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വന്നിടണേ ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്പർശിക്കണമേ. ഓരോ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ രോഗികളെ സ്പർശിക്കണമേ. ആരുമില്ലാത്ത ജീവിതങ്ങളെ ഇപ്പോൾ പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ. സഹായിക്കണമേ. കടബാധിതകളിലേക്ക് ഇടപെടണമേ. ജോലി തടസ്സങ്ങളിലേക്ക് ഇടപെടണമേ. ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ ഇന്റർവ്യൂകളിലും ദൈവമക്കളെ സഹായിക്കണമേ. ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പരീക്ഷകളിലും മക്കളെ സഹായിക്കണമേ. ഹോളി സ്പിരിറ്റ്, ഓ ഹോളി സ്പിരിറ്റ്, അനോയിന്റ് us. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ നിർണായക നിമിഷങ്ങളിൽ നമ്മുടെ വേദനകളിലേക്ക് ഇടപെടുന്ന ആത്മാവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ചില പ്രത്യേക അവസ്ഥകളിൽ കർത്താവിന്റെ നിർണായകമായ ഇടപെടൽ കർത്താവ് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. യേശയ്യാ പ്രവചനത്തിൽ 49 അധ്യായത്തിൽ 8 തിരുലിഖിതം. ഒന്നും കൂടെ ഏറ്റു പറയാം. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു, ഞാൻ നിന്നെ സഹായിച്ചു, രാജ്യം സ്ഥാപിക്കാനും രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശ ഭൂമി ശൂന്യമായ അവകാശ ഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത ഒരു ദൈവ പൈതലിന്റെ, ഒരു ദൈവദാസന്റെ, ദൈവത്തിന്റെ ഒരു പ്രവാചകന്റെ പ്രത്യേകമായ ഒരു ദൗത്യമാണ് ശൂന്യമായ അവകാശ ഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർന്നിരിക്കുന്ന ജനത്തിന് ദൈവത്തിന്റെ ഒരു അനുഭവത്തിന് വേണ്ടി വഴിയൊരുക്കി കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തെരഞ്ഞെടുത്ത ഒരു ദൈവ പൈതലിന്റെ കൂടെ, ഒരു ദൈവദാസന്റെ കൂടെ കർത്താവ് ഈ വിധം സഞ്ചരിക്കുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ പ്രത്യേകം വിളിച്ച് നിനക്ക് ചില കൃപകൾ തരാൻ പോവുകയാണ്. എന്താണ് ദൈവം പ്രത്യേകം തെരഞ്ഞെടുക്കുന്ന ജനത്തിനും പ്രത്യേകം തെരഞ്ഞെടുത്ത വ്യക്തികൾക്കും ദൈവം കൊടുക്കുന്ന ഒരു കൃപ, ഒരു മേഖല ഏതാണ്? കൃപയുടെ ഒരു മേഖല 49 അധ്യായത്തിന്റെ 8 വാക്യത്തിന്റെ 2 ഭാഗം ചേർന്ന് പറയണം. രാജ്യം സ്ഥാപിക്കാനും രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശ ഭൂമി ശൂന്യമായ അവകാശ ഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. തുടർന്ന് 9 തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. നമുക്ക് ഏറ്റു പറയാം. ബന്ധിതരോട് പുറത്തു വരാനും ബന്ധിതരോട് പുറത്തു വരാനും അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചത്ത് വരാനും അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചത്ത് വരാനും ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പ്രസാദ കാലത്ത് നമുക്ക് വേണ്ടി ചൊരിയുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ആരെങ്കിലും ഒന്ന് ഉച്ചരിച്ച് പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാഞ്ഞിരപ്പള്ളി കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ റാണി ജോസഫ് എന്ന് പേരുള്ള ഒരു വ്യക്തിയെ കണ്ടു. ആ വ്യക്തി 10 വർഷമായി വയറിന്റെ മസിൽ പൊട്ടി, അങ്ങനെ വയറ് വലിയ ഒരു പൂർണ്ണ ഗർഭിണിയുടെ വയറ് പോലെ ആയിരുന്നു. ഒരുപാട് ക്ലേശം ആ വ്യക്തി സഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അട്ടപ്പാടിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു അച്ഛന്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ചെറിയ അച്ഛൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിന്റെ പ്രസാദം അവരുടെ മേൽ ഉച്ചരിച്ച് നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് റാണി ജോസഫ്, സ്ഥലം പുത്തൻകുരുട്ടി ഇടവകയാണ്. എൻ്റെ വയറിൻ്റെ മസിൽ 10 വർഷമായിട്ട് പൊട്ടിയിരിക്കുകയായിരുന്നു. എൻ്റെ പ്രസവത്തോടുകൂടി സംഭവിച്ചതാണ്. എൻ്റെ മോൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ വയറിൻ്റെ മസിൽ പൊട്ടി ഇങ്ങനെ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ് പോലെ എൻ്റെ വയർ വീർത്തിരിക്കുകയായിരുന്നു. എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളായിരുന്നു. കുനിയുവാനോ ജോലി ചെയ്യുവാനോ കിടക്കുവാനോ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ വയറിനെ തൊട്ട് നോക്കിയാൽ അകത്തോട്ട് കൈ ഇറങ്ങിപ്പോകുന്ന പോലെ ഈ തൊലിയുടെ ബലത്തിൽ മാത്രമാണ് വയറ് നിന്നിരുന്നത്. വളരെയധികം സഹനങ്ങളായിരുന്നു. നടുവിന് വേദനയും ജോലി ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. 2011 മാർച്ച് മാസത്തെ 20-ാം തീയതി ധ്യാനത്തിൽ അട്ടപ്പാടിയിൽ പോയി താമസിച്ച് ധ്യാനിക്കുവാൻ എനിക്ക് ദൈവം ഇടവരുത്തി. അവിടെ വെച്ച് 2 ദിവസത്തിന് ശേഷം ജോയി അച്ഛൻ എന്ന അച്ഛൻ അവിടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവിടെ ചെന്നു. എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ഈശോ സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്,
വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അച്ഛൻ എനിക്ക് തന്ന ആ വെഞ്ചരിച്ച എണ്ണ കഴിക്കാൻ പറഞ്ഞു. ഞാൻ കഴിച്ചു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും അനുഭവപ്പെട്ടില്ല. ഞാൻ എൻ്റെ സീറ്റിൽ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു വലിയ ഭാരം പോയതുപോലെ അനുഭവപ്പെട്ടു. ഞാൻ എൻ്റെ വയറിൽ തൊട്ട് നോക്കിയപ്പോൾ ഒരു വലിയ ബോളിനകത്ത് കാറ്റ് പോയതുപോലെ വയറ് പൂർവ്വസ്ഥിതിയിലാകുകയും എൻ്റെ മസിലുകൾ ബലപ്പെടുത്തുകയും ചെയ്തു. എന്നെ ശക്തിപ്പെടുത്തി, എന്നെ ബലപ്പെടുത്തി, എനിക്ക് സൗഖ്യം തന്ന ദൈവത്തിന് 1000 നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹോദരി രേഖപ്പെടുത്തിയിട്ട് ഇങ്ങനെയാണ്. ഈ സഹോദരി ഒരു പ്രസവത്തെ തുടർന്ന് മസിലുകൾ പൊട്ടിപ്പോയിട്ട് ഒരു വയറിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് എന്തൊക്കെയോ കുറെ സാധനം ഇട്ട് വെച്ച മാതിരിയായിരുന്നു വയറ്. തൊട്ടാൽ അതെങ്ങനെ അതേപോലെ കടന്ന് കളിക്കുക. ഇങ്ങനെ പൂർണ്ണ ഗർഭിണിയുടെ വയറുകൾ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് കുറേ സാധനമൊക്കെ ഇട്ട് കടലാസൊക്കെ ഇട്ട് വെച്ച് ഇങ്ങനെ അതേമാതിരി ഇങ്ങനെ വയർ. അതാണ് എഴുതിയിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് നിറച്ച് വെച്ചാൽ അങ്ങനെ അതേമാതിരിയായിരുന്നു വയറിന്റെ സ്ഥിതി. തൊലിയുടെ ബലം കൊണ്ട് മാത്രമാണ് അത്രയും കാലം അതേപോലെയായിരുന്നു സ്ഥിതി. ഇതൊരു മെഡിക്കൽ സയൻസിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അവരുടെ ആ കാര്യത്തിൽ ആരെങ്കിലും ഒന്ന് ദൈവത്തിൻ്റെ പ്രസാദം ഒന്ന് പറയാൻ ഒരു ആത്മീയ അധികാരമുള്ളൊരു വ്യക്തിയെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു പൗരോഹിത്യ ശുശ്രൂഷ സ്വീകരിക്കാൻ കർത്താവ് ആ വ്യക്തിക്ക് അനുഗ്രഹം കൊടുത്തത്. അപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛൻ പറഞ്ഞു, ഇതാ ഇന്ന് സൗഖ്യമാകും, ഇന്ന് നീ സൗഖ്യം പ്രാപിക്കും, ഇതിൻ്റെ ആ നഷ്ടപ്പെട്ട ആരോഗ്യം നിനക്ക് തിരിച്ചു കിട്ടും. ഇത് ദൈവത്തിൻ്റെ ഈ കാര്യം അവർക്കൊന്ന് വിഭജിച്ചെടുത്ത് കൊടുക്കാൻ കർത്താവ് ആ ദാസനെ ഉപയോഗിക്കുകയാണ്. വേറൊരു വാക്കി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഈ നന്മകളെല്ലാം ദൈവജനത്തിന് കൊടുക്കാൻ, ദൈവത്തിൻ്റെ പ്രസാദകാലം, ദൈവത്തിൻ്റെ രക്ഷയുടെ സമയം, ദൈവത്തിൻ്റെ സഹായങ്ങൾ അതെല്ലാം ജനത്തിന് പെട്ടെന്ന് അനുഭവവേദ്യമാകാൻ കർത്താവ് ലോകത്തിൽ കർത്താവിന്റെ ദൂതന്മാരെ പേര് ചൊല്ലി വിളിച്ച് ഉയർത്തുന്നു. ഉറക്കെ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൗരോഹിത്യ ശുശ്രൂഷകൾ നാം സ്വീകരിക്കണം. പൗരോഹിത്യ ശുശ്രൂഷകൾ ദൈവത്തിന്റെ സഹായം നമ്മളിലേക്ക് ക്ഷണനേരം കൊണ്ട് യാഥാർത്ഥ്യമാക്കുന്ന ശുശ്രൂഷകളാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗരോഹിത്യ ശുശ്രൂഷകളെ നാം സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രസാദകാലം, ദൈവത്തിന്റെ രക്ഷയുടെ സമയം, ദൈവത്തിന്റെ സഹായഹസ്തം, ദൈവത്തിന്റെ പ്രത്യേക ഇടപെടൽ നമ്മുടെ മേൽ യാഥാർത്ഥ്യമാക്കുന്ന ദൈവത്തിന്റെ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ 20-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. ഒരു അനുഭവം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജാൻസി സണ്ണി. ഞാൻ മണിമല ഫൊറോനയിൽ കരിമ്പനക്കുളം ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 8 വർഷമായി ബ്ലീഡിങ് തുടങ്ങിയിട്ട്. ഞാൻ 8 വർഷമായി ബ്ലീഡിങ് അവസാനിക്കും, അങ്ങനത്തെ ഒരു വിഷമത്തിലായിരുന്നു. ഞാൻ മരുന്നൊക്കെ കഴിച്ചു ധ്യാനത്തിന് എനിക്ക് 4 ദിവസം വരാൻ പറ്റിയില്ല. 5-ാം പക്കം ഞാൻ രാവിലെ ഇവിടുത്തെ ധ്യാനത്തിനാണോ മണിമല നടന്ന ധ്യാനത്തിന്? മണിമലയിൽ 5 ദിവസം കൺവെൻഷൻ നടന്നപ്പോ 4 ദിവസം വരാൻ പറ്റിയില്ല അല്ലേ? 5-ാമത്തെ ദിവസം രാവിലെ ഞാൻ ആശുപത്രിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അന്ന് ഡോക്ടറില്ല. ഞാൻ നേരെ ബസ് കയറി മണിമലയിൽ വന്ന് പള്ളിയിൽ കയറി ധ്യാനം കൂടി രോഗശാന്തി ശുശ്രൂഷയുടെ സമയത്ത് സേവ്യർ അച്ഛൻ കൈ പൊക്കി എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും കൈ പൊക്കി കരഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അവിടെ വെച്ച് എനിക്ക് രോഗസൗഖ്യം ഉണ്ടായി. എന്റെ കാലിന്റെ അടിയിൽ കൂടെ ഏതാണ്ട് ഇങ്ങനെ തലയുടെ ഉച്ചി വരെയും കയറി വന്നു. കാലിന്റെ ഉള്ളംകാലിൽ നിന്ന് നിറുക വരെ ഒരു തണുപ്പ്, എന്തൊരു ശക്തി പ്രവഹിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ആ സമയത്ത് 8 വർഷമായി നിലയ്ക്കാത്ത ആ ബ്ലീഡിങ്ങിന്റെ രോഗം, രക്തസ്രാവം തൽക്ഷണം നിലച്ച് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ച്. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. യേശയ്യ 49-ാം അധ്യായത്തിൽ 25-ാം തിരുലിഖിതം നമുക്കെല്ലാവർക്കും ചേർന്ന് ഉറക്കെ അത് ഏറ്റു പറയാം. ശക്തനിൽ നിന്ന് അടിമകളെ വിടുവിക്കുകയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും.
എന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. ഇതേപോലെ സഹായിക്കുന്ന കർത്താവുണ്ട്. പ്രസാദകാലത്ത് ഉത്തരമരുളുന്ന കർത്താവ്. ഈ ദൈവത്തിന്റെ ഈ അനുഗ്രഹം, ദൈവത്തിന്റെ ഈ സഹായം നമ്മുടെ മേൽ വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ കർത്താവ് ലോകത്തിൽ തൻ്റെ ദാസന്മാരെ തെരഞ്ഞെടുത്ത് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളെ അവിടുന്ന് ലോകത്തിൽ സ്ഥാപിച്ചു. യെശയ്യാ 49:8 അവസാനം പറയുകയാണ്, രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശ ഭൂമി പുനർവിഭജനം ചെയ്ത് കൊടുക്കാനും ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 6 മുതൽ 6:30 വരെ ജീവൻ ടിവിയിൽ മാറാനാത്ത എന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്കായി പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഈ നിമിഷം പ്രാർത്ഥിക്കുക. യേശുവേ, 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 യേശുവേ. വിജനമാക്കപ്പെട്ട ദേശങ്ങളിലേക്കും വിജനമാക്കപ്പെട്ട ദേശങ്ങളിലേക്കും തരിശാക്കപ്പെട്ട ഭൂമികളിലേക്കും തരിശാക്കപ്പെട്ട ഭൂമികളിലേക്കും അവിടുത്തെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ചവിട്ടി മെതിക്കപ്പെട്ട ജീവിതങ്ങളിലേക്ക് ചവിട്ടി മെതിക്കപ്പെട്ട ജീവിതങ്ങളിലേക്ക് അങ്ങയുടെ കൃപ ഇപ്പോൾ ഒഴുകട്ടെ. അങ്ങയുടെ കൃപ ഇപ്പോൾ ഒഴുകട്ടെ. യേശുവേ, യേശുവേ. വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന ഓരോ തടസ്സങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. കാലങ്ങളായി തലമുറകളായി അടിമത്തത്തിലും പാപത്തിലും രോഗത്തിലും വേദനയിലും പകർച്ചയിലും കിടക്കുന്ന ഓരോ കുടുംബങ്ങളെയും യേശു നാമത്തിൽ വിടുവിക്കുന്നു. യേശു നാമത്തിൽ വിടുവിക്കുന്നു. തിന്മകളും ആധിപത്യങ്ങളും വിട്ടുമാറി പോകട്ടെ. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ, 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 യേശുവേ. മനസ്സ് തുറന്ന് യേശുവിന്റെ നാമത്തെ എല്ലാവരും ചേർന്ന് ഉറക്കെ വിളിക്കുന്നു. യേശുവേ, യേശു നാമത്തിൽ വിടുക, യേശു നാമത്തിൽ അത്ഭുതം, യേശു നാമത്തിൽ സൗഖ്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. Come, Lord Jesus. ഗീതം ഒന്നായി പാടിടാം, ശ്രീയേശുനാഥനെ വാഴ്ത്താം. അൾത്താരയിൽ സ്നേഹകോദാശയിൽ വാഴുന്ന നാഥനെ വാഴ്ത്താം. അൾത്താരയിൽ സ്നേഹകോദാശയിൽ വാഴുന്ന നാഥനെ വാഴ്ത്താം. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ നമ്മുടെ നിസ്സഹായ അവസ്ഥ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച്, എൻ്റെ യേശു എനിക്ക് എന്നെന്നും എൻ്റെ അഭയമാണ്, എൻ്റെ യേശു എൻ്റെ സഹായമാണ്. രണ്ട് കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എൻ ദൈവമേ, യേശുവേ, നീ എന്നും മതിയായവൻ. വലിയ ആഗ്രഹത്തോടെ യേശുവേ, യേശുവേ, വിശ്വാസത്തോടെ എന്റെ
ദൈവമേ നീയെന്നും മതിയായവൻ. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഉറക്കെ യേശുവേ യേശുവേ ദൈവമേ എന്റെ യേശുവേ നീയെന്നും മതിയായവൻ. നീയെന്നും മതിയായവൻ.